നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂര നക്ഷത്രക്കാർക്ക് വ്യാഴം 12, 1 ഭാവങ്ങളിലും ശനി 8, 9 ഭാവങ്ങളിലും രാഹു 7, 6 ഭാവത്തിലും ഗോചരം ചെയ്യുന്ന കാലമാണ്. നിങ്ങളുടെ ചിലവുകൾ ഈ ഒരു വർഷം ഭയങ്കരമായിട്ട് അധികരിക്കുന്നതാണ്. വരവിൽ കൂടുതൽ ചിലവുകൾ ചെയ്യേണ്ടി വരുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ധാരാളമായിട്ട് അനുഭവയോഗ്യമാകുന്ന ഒരു വർഷമായിരിക്കും. പങ്കാളിത്ത ബിസിനസ്, കൂട്ടുകച്ചവടമൊക്കെ തുടങ്ങുന്നതിന് നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക. നല്ല രീതിയിലുള്ള പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ. എങ്കിലും അത് തുടങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം തുടങ്ങുന്ന നന്നായിരിക്കും. ഭൂമിയോ വീടോ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് യോഗം കാണുന്നുണ്ട്. വ്യാപാര വ്യവസായത്തിൽ നഷ്ടസാധ്യതകൾ വന്നുപെടാം. കർമ്മരംഗത്ത് അലസതയും അതുപോലെ തന്നെ തിരക്കും ഒക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാം. ആവശ്യമില്ലാത്ത തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ കർമ്മരംഗത്തിൽ കൂടുതൽ സമയം നിങ്ങൾ മുഴുകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദായങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ പ്രതീക്ഷിക്കാം. ആരോഗ്യം മോശമാകാൻ സാധ്യത കാണുന്നുണ്ട്. സമൂഹത്തിലുള്ള ഉന്നതരായ പ്രശസ്തരായ വ്യക്തികളുമായിട്ട് കൂടിച്ചേർന്ന് നിങ്ങൾക്ക് നല്ല ഒരു സംരംഭമൊക്കെ തുടങ്ങാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവരിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ള സാമൂഹിക രംഗത്തുള്ള വ്യക്തികൾക്ക് പ്രശസ്തിയും അംഗീകാരവും സ്ഥാനമാനവും ഒക്കെ ലഭിക്കുന്നതാണ്. ശത്രുദോഷം കുറയുന്ന സാഹചര്യമാണ്. ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്ന ശത്രുദോഷങ്ങളൊക്കെ വല്ലാതെ മാറി നിൽക്കുന്ന ഒരു കാലമാണ്. പ്രഷർ, ഷുഗർ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മാറി നല്ല രീതിയിലുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരും. സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക്, ഷുഗർ രോഗികൾ, ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ളവരൊക്കെ വിദഗ്ധ ചികിത്സ തേടുന്നത് നന്നായിരിക്കും. സ്ഥിരോത്സാഹത്താൽ പല വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്നതാണ്. ഭൂമി വിൽപ്പന വാങ്ങലുകൾ നഷ്ടത്തിൽ കലാശിക്കുന്നതാണ്. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് ഇവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാം. ആത്മാഭിമാനം വർദ്ധിക്കുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് തന്നെ എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെടുന്ന പ്രവൃത്തികളിലും ഒക്കെ വിജയം കൈവരിക്കാൻ കഴിയുന്നുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുമായിട്ട് ചേർന്ന് അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഫുഡ് പോയ്സൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നുപെടാം. അതുകൊണ്ട് ഉദരരോഗമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഉദരരോഗമൊക്കെ പിടിപെട്ടാൽ ചിലപ്പോൾ ആശുപത്രിവാസത്തിനൊക്കെ യോഗം വന്നു ചേരുന്നു. ഗുരുജന വിയോഗം മൂലം മനോദുഃഖത്തിന് കാരണമാകാം. ഗുണഫലങ്ങൾ ഉണ്ടാകാനും ദോഷഫലങ്ങൾ കുറയുന്നതിനുമായിട്ട് ഹനുമാന് വെറ്റിലമാല, വടമാല അർച്ചന ഇവ നടത്തുന്നതും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ വഴിപാട് ചെയ്യുന്നതും ഉത്തമമായിരിക്കും.